ഹായ് ഗൈസ്, ഹായ്. ഇന്ന് നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് ഒരു വെറൈറ്റി വ്ളോഗാണ് കൊണ്ടുവരുന്നത്. നമ്മൾ ഓൾഡ് സ്കൂൾ ഇതുവരെയും ചെയ്യാത്തൊരു ഓൾഡ് സ്കൂളിലെ നമ്മൾ ഇത്തവണത്തെ ക്രിസ്മസ് നമ്മൾ ഗ്രാൻഡ് ആക്കുകയാണ്. അതായത് നമ്മൾ ആദ്യം കേക്കിന് വേണ്ടിയിട്ട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ഹാൻഡ് മെയ്ഡ് ആണ്. ഹാൻഡ് മെയ്ഡ് കേക്ക്, അതേപോലെ ഇതും ഹാൻഡ് മെയ്ഡ് സാധനമാണ്. അത് പറയാം എന്താണ്. നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നു ഈ ഒരു സാധനം ചെയ്യണം വന്നു. നിങ്ങളുടെ റെസിപ്പി വേണമെന്ന് പറഞ്ഞത് ലീഗൽ ആണെന്നൊന്നും അറിയില്ല. കുറെ വീഡിയോസ് കണ്ടു. വീട്ടിലുണ്ടാക്കാം. അപ്പൊ നമ്മളിന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ഹോം മെയ്ഡ് വൈനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഏതാനും കുറച്ച് ദിവസങ്ങളെ ക്രിസ്മസിനുള്ളൂ. നമ്മൾ ഇൻസ്റ്റന്റ് വൈനാണ്. ഒരു 7 ദിവസം വെച്ചേക്കും. അതെ, 7 ദിവസം വെച്ചേക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടാം. അടുത്ത വർഷം എടുക്കാം. ന്യൂ ഇയറിന് എടുക്കാം. ഇത് ചിലപ്പോൾ എക്സൈസ് പോകും. അതവിടെ നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾ നമ്മളെ കൂടെ ഇട്ട് തുടങ്ങുകയാണെങ്കിൽ 7 ദിവസം. അതെ, 7 ദിവസം നമ്മളെ കൂടെ ഇട്ട് തുടങ്ങുക. അപ്പൊ എല്ലാരും ചരിവെടുക്കുക, പുത്തുപൊടി ചരിവെടുക്കുക. ഇതുപോലെ ചരുവത്തിൽ ഉപ്പ് വെള്ളം നിറച്ചിട്ട് അതിന് നല്ല മിക്സ് ചെയ്യാം. മിക്സ് അല്ല, ക്ലീൻ ചെയ്യാം. ഗ്രേപ്പ് വാങ്ങിച്ച് ഇടുക. കഴിയുക. നമ്മൾ 4 കിലോ ഗ്രേപ്പാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗ്രേപ്പ് ഉണ്ട്. പിന്നെ നമുക്കുള്ളത് പഞ്ചസാര. ഒരു 2 കിലോ പഞ്ചസാര. 1:1 ആണ് പഞ്ചസാരയുടെ റേഷ്യോ. 1:1 ഒന്നും അല്ല. ഇത് 2 കിലോ, ഇത് 4 കിലോ. അങ്ങനെയാണല്ലോ, പകുതിയാണ്. അപ്പൊ 2:1. അതെ. പിന്നെ അതിനുശേഷം കുറച്ച് ഇഞ്ചി വെച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പട്ടവകകൾ, സ്പൈസസ്, പഞ്ചസാര. ഇതെന്തോന്നാണ്? ഇതാണ് കുറച്ച് വീറ്റ് ഗ്രെയിൻസ് ഫെർമെന്റേഷൻ ശരിയാക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് ഇങ്ങനെ കഴുകണം. നമ്മൾ നന്നായിട്ട് കാര്യം ഇതൊക്കെ ഭയങ്കര മരുന്നടിച്ച് വരണ സാധനമാണ് ഈ മുന്തിരി എന്ന് പറഞ്ഞാൽ അല്ലേ. പറയുന്നു നിങ്ങൾ വെളിയിൽ നിന്ന് വൈൻ വാങ്ങണമെങ്കിൽ മരുന്നടിച്ച് വരണത് കഴിവാതെയാണ് അവരിടുന്നത്. അപ്പൊ ഗൈസ്, നമ്മൾ ഈ ബ്രാഞ്ചസ് എല്ലാം ഇനി ഇറുത്തിറുത്ത് എടുത്ത് ഇതിലോട്ട് ഇടേണ്ടതാണ്. രണ്ടാമത്തെ വെള്ളത്തിൽ കഴുകാൻ വേണ്ടി. അതെ, ഭയങ്കര പണിയാണ്. ഓരോന്നോരോന്നായിട്ട് ബ്രാഞ്ച് ഒക്കെ അതിന്റെ കൂടെ പോയി. അത് കുറച്ച് ബ്രാഞ്ച് അതിൽ വന്നാൽ വീര്യം കൂടുതലില്ല. ആ വീര്യം കൂടുതലും വേണ്ട മനസ്സിലായില്ല അവനാണ്. അപ്പൊ ഇത് നന്നായിട്ട് രണ്ടാമത്തെ വെള്ളത്തിലിട്ട് കഴുകുക. ഇങ്ങനെ ഇറുത്തിടണം. ഇപ്പൊ നിങ്ങൾ ഓടി പോവുക, കടയിൽ പോയി ഇപ്പൊ തന്നെ 4 കിലോ മുന്തിരിങ്ങ വാങ്ങുക. അതെ, ഇത്രയും ഇട്ടാ എത്ര കിട്ടും? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റേതായ ഒരു പുതുമ വേണ്ടത്. ഞാൻ പണ്ടൊരെണ്ണം ഇട്ടിട്ടുണ്ട്. സസ്പെൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ക്ലൂസിറ്റി പോകും. പണ്ടൊരെണ്ണം ഇട്ടിട്ടുണ്ട്, പക്ഷെ എടുത്തപ്പോ പുഴു അറിയായിരുന്നു. കളഞ്ഞില്ല. എന്റെ ഒരു കൂട്ടുകാരൻ ഒന്ന് കുടിച്ചു. പുഴു കുഴപ്പമില്ല, ഓർഗാനിക് ആണെന്ന് പറഞ്ഞു. ഉള്ളത് തന്നെയാണ്. സീരിയസ്ലി ഞാൻ പണ്ട് ഭരണിയിലാണ് ഇട്ടത്. നമ്മള് പണ്ട് അച്ചാറൊക്കെ ഇടുന്ന ഒരു ഭരണിയില്ലേ, ക്ലേ, അതിലാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഇടാൻ പോകുന്ന ഭരണിയിലല്ല, കുപ്പിയില്ല. അതെ, ട്രാൻസ്പാരൻസി ആണ് നമ്മളുടെ മെയിൻ അജണ്ട. നമ്മൾ ഒന്നാമത്തെ വെള്ളം കഴുകിയപ്പോ തന്നെ നമുക്കൊരു സാധനം കിട്ടി. എവിടെ? താണ്ടെ കണ്ടുവിടെ. ഇത് മറ്റേ പുഴു അല്ലേ? പുഴു. ഇത് ബട്ടർഫ്ലൈ ആവണ സാധനം അല്ലേ? പട്ടുന്നൂൽ പുഴു. പക്ഷെ ചത്തുന്നതിന്റെ വിശ്വാസം വെള്ളത്തില് ബട്ടർഫ്ലൈ ആവുമല്ലോ പുഴു. ആ പുഴുവാണോ ഇത്? എന്തോ അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ. പക്ഷെ വിനു ആദ്യം പറഞ്ഞു ഒരു വെള്ളത്തിൽ കഴുകാതെന്ന്. പക്ഷെ ഇതിനെ കണ്ടപ്പോ എന്തോ ഒരു 5 വെള്ളത്തിൽ കൂടെ കഴിയണം എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ ഇതിന്റെ തെളിയിക്കുന്നത് പെസ്റ്റിസൈഡുകൾ കുറവെന്നാണ്. പക്ഷെ അത് വീണ് ചത്തു. പക്ഷേ അത് വെള്ളത്തിൽ മുങ്ങി വെച്ചതായി. അതിന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന്റെ ഭരണകാരണം അറിയാൻ പറ്റുള്ളൂ. മരിച്ചതാണോ, വിഷം അടിച്ച് മരിച്ചതാണോ. അപ്പൊ കഴുകി കഴിഞ്ഞല്ലേ? ഒരു വെള്ളം കഴുകി കളഞ്ഞ് ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ കഴുകണം. ഇതിലൊന്നുകൂടെ കഴുകണം. പിന്നെ ചെറിയ ചൂടുവെള്ളത്തിലൊന്നും കൂടി കഴുകണം. അപ്പൊ ഈ ചൂടുവെള്ളമല്ലേ? അതിൽ ചെറിയ ചൂടുവെള്ളം ഇല്ലായിരുന്നു. അതിൽ നിറഞ്ഞുകൊണ്ട് ഞാൻ തെളിച്ചതാണ്. ഇത്രയും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ണുടച്ചൊന്ന് കുടിച്ചാൽ മതി. ഒരു ഗ്ലാസ്സിലിട്ട് ഒറ്റ വലി ഇല്ല, കുടിക്കണം. ഇതിൽ കുറെ പെസ്റ്റിസൈഡ് ഉണ്ട്. ഈ മുന്തിരിങ്ങയിൽ ഒരുപാട് പെസ്റ്റിസൈഡ് ഉള്ള സാധനമാണ്. ഇനി നമ്മൾ 3ാമത്തെ വെള്ളത്തിൽ കഴുകാൻ പോകുന്നു. വീണ്ടും കഴുകാൻ പോകുന്നു. ഇത് ചെറു ചൂട് വെള്ളമാണ് ഈ കാണുന്നത്. ചെറുചൂടല്ല, വെന്ത് പോയാൽ വെള്ളത്തിലാണ് കഴുകേണ്ടത്. ഇച്ചിരി ചൂടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. പക്ഷെ പറയണ്ട, ഇതിൽ ചൂടൊന്നുമില്ല. തിളപ്പിച്ചാറിയ വെള്ളം. ഇത്ര വെള്ളം കഴുകാം. അപ്പൊ 3 വെള്ളവും നമ്മൾ കഴുകി കളഞ്ഞ് ഇനി നമുക്ക് മുന്തിരിങ്ങ സ്ട്രെയിൻ ചെയ്ത് ഒന്നെടുക്കാം. അടുത്ത സ്റ്റെപ്പ്, നമ്മളെ മുന്തിരിങ്ങയുടെ വെള്ളം ഒട്ടും കാണാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ മുന്തിരിങ്ങ തോർത്തി എടുക്കാൻ പോവുകയാണ്. തോർത്തി കൊടുക്കണം. അതെ, മുന്തിരിങ്ങ തോർത്തണം. അല്ല, വെള്ളം കള. വെള്ളം ഉടഞ്ഞ് കള. അങ്ങനെ ആക്കിയാ പോവില്ല. ഓ, അങ്ങനെ. ഈ സാധനം തരണം. എനിക്ക് പക്ഷേ ഞാൻ കുറച്ച് തുണി വാങ്ങിച്ചപ്പോ എക്സ്ട്രാ ആയിപ്പോയി.
എന്തെങ്കിലും യൂസ് വേണ്ടേ? സ്റ്റെപ്പ് ഇത്രയും കഷ്ടപ്പെട്ട ആൾക്കാർ വൈനിടോന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇടുമ്പോ അതിന്റെ ഒരു അല്ലേ, വൈനിനൊരു കഷ്ടപ്പാടുണ്ടോ? നമ്മൾ ഈ കാണാവുന്നാന്നും പറഞ്ഞ് ചെയ്യരുത്. എല്ലാം വൃത്തിക്ക് ചെയ്യണം. വൃത്തിക്ക് ചെയ്യണം കേട്ടോ. വൃത്തിയാണ് മെയിൻ. ഇനിയാണ് നമ്മളുടെ മെയിൻ പ്രോസസ് വരാൻ പോണത്. നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. ഈ എന്താ മുന്തിരിങ്ങ ഉടയ്ക്കുമ്പോൾ നിങ്ങളെ കൈയൊക്കെ ചൊറിയും. അത് നിങ്ങൾ കാര്യമാക്കരുത്. ഇത് മാക്സിമം ഉടച്ചെടുക്കുക. ഇങ്ങനെ ഇറുക്കി നന്നായിട്ട് ഉടച്ചെടുക്കുക. ഓക്കെ, ഞരടം വെച്ചിരിയേ ഉള്ളൂ. മറ്റേ വൈൻ ഉണ്ടാക്കുന്നവരൊക്കെ ഇത് ചവിട്ടിയാണല്ലേ കുഴക്കണ? അത് ഏതാ സിനിമയിൽ കണ്ടിട്ടുണ്ട്. അത് കുറെ കൊണ്ടുവന്നിട്ട് തറയിൽ തന്നെ ഇട്ട് മറ്റേ ആകെ തന്നെ റബ്ബർ ബൂട്ടൊക്കെ ഇടുമെന്ന് തോന്നുന്നു അല്ലേ? എന്തോ ബൂട്ടിടും. ശരിക്കും സിനിമയായിരിക്കും ബൂട്ടിട്ടത്. ചിലര് 2 വർഷമൊക്കെ ഇട്ടായിരിക്കും. കുറെ വർഷമൊക്കെ ഇടണം സാധനമുണ്ട്. അതിപ്പോ എത്ര ഇത് നല്ലപോലെ ഇങ്ങനെ ആക്കണമല്ലേ? ഒന്ന് ഉടച്ചാൽ മതി. ഒരുപാട് ഉടച്ചു. ജ്യൂസ് അടിച്ചിട്ടിടാൻ പറ്റുമോ? ചിലര് ജ്യൂസ് മിക്സറിലിട്ടും അടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഏകദേശം സെറ്റായി. ഇനി നമുക്ക് പോയി ഇതിന്റെ മെയിൻ ടൂൾ എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ വൈൻ നിറയ്ക്കേണ്ടത് ഗ്ലാസ് ജാറുകളിലാണ്. അപ്പോൾ അതിന്റെ പ്രോസസ് തുടങ്ങാം. ഇങ്ങനെ ധാരധാരയായി കോരി ഒഴിക്കുക. അതെ, ഇച്ചിരി കൂടെ വലിയ സാധനം വരുന്നെങ്കിൽ എളുപ്പത്തിന് ചെയ്യാം. എത്ര നിറയ്ക്കണം? എങ്ങനെ കണക്കുണ്ടോ? 2 കിലോ നിറയ്ക്കാം നമുക്ക്. എനിക്ക് തോന്നുന്നത് മൊത്തം കൊള്ളൂ. മൊത്തം കൊള്ളാൻ നീ എടുക്കുമ്പോഴേ കുറച്ച് ജ്യൂസും കൂടി വരുത്തോ കേട്ടോ. ഇതിനകത്ത് ഇപ്പൊ ജ്യൂസ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതൊന്ന് കേട്ടോ, അത് മതി. ഇനി ഇതൊന്ന് നിറച്ച് വെക്കുക. ഏകദേശം ഇത്രയായി. ഇതിൽ ഒരു ഓൾമോസ്റ്റ് പകുതി ആയില്ല. ആയി. ഓക്കെ ഗൈസ്, സെക്കൻഡ് ജാർ നമ്മൾ ഏകദേശം ഫില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടും ഏകദേശം ഒരു 40% വെച്ച് ആയിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ഇട്ടാ പോരെ, രണ്ടും കൂടെ മിക്സ് ചെയ്തങ്ങ് വേണ്ടല്ലേ? രണ്ടെണ്ണം വേണം. ഇത് കറക്റ്റായിടാ. ഇത് ഏകദേശം സെയിം അളന്ന് കുറിച്ചുള്ള ഇതായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. അതായത് ഇതിന് പഞ്ചസാര ഇടണം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. മധുരം അങ്ങനെയാണോ? ഇട്ടാ മധുരം കൂടുമോ? ഇത് ഇട്ടാൽ മധുരം കൂടൂലേ? പക്ഷേ എങ്കിലും കുറച്ച് ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് കുറെ ദിവസം ഇരിക്കുകയാണെങ്കിൽ ഇതിന്റെ മധുരം കുറച്ച് കുറയും. പക്ഷെ മധുരം കൂടുതലിടുമ്പോൾ നമുക്ക് വീര്യം കൂടും. പഞ്ചസാര കൂടുന്നതനുസരിച്ച് വീര്യം കൂടും. അപ്പൊ നമുക്കിനി ഇതിൽ പഞ്ചസാര ഇടാം. നമ്മൾ 2 കിലോയ്ക്ക് ഏകദേശം 1 കിലോ പഞ്ചസാര വരെ ഇടാം. നമുക്ക് രണ്ടാമത്തേത് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ പഞ്ചസാരയ്ക്ക് ഒട്ടും കുറവ് വരുന്നില്ല. ദാസൻ ചേട്ടന് കുറച്ച് വിഷമമുണ്ട്. ഇത് തന്നെ കൂടുതലാണ്. ഇനിയാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരാൻ പോകുന്നത്. നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്. ഈസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇടുന്നത്? ഫെർമെന്റേഷൻ. ഇത്രയും വേണ്ടതുണ്ടല്ലേ? ഈസ്റ്റ്. ഇനി നമുക്ക് സ്പൈസസ് ഇടാം. ആദ്യം കുറച്ച് ഗ്രാമ്പു. കുറച്ചെന്ന് പറയുമ്പോ എത്ര അല്ലി? 3-4 എണ്ണം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഗ്രാമ്പു ഇതൊക്കെ കുറച്ച് കുത്തല് കിട്ടും. അപ്പൊ ഒരുപാട് കുത്ത് വേണ്ട. കുത്ത് വേണ്ടേ? എനിക്കിഷ്ടമാണ്. പിന്നെ ഗ്രാമ്പു പല്ലിന് നല്ലതാണ്. ഇപ്പൊ ഗ്രാമ്പു അല്ലേ, ഏലക്കാണ് ഇട്ടത്. അത് പറഞ്ഞപ്പോ പോയതേ ഉള്ളൂ. അപ്പൊ കുറച്ച് പട്ടയും കൂടെ ഇടാം. ഓടിച്ചിടണം കേട്ടോ എല്ലാരും ഓടിക്കുക. അതെ, അത് കണ്ടോ ഇങ്ങനെയായി ഇപ്പൊ. അപ്പൊ 2 നമ്മൾ സ്പൈസൊക്കെ ഇട്ടു. ഇനി അടുത്ത ഇടാനുള്ളത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു നല്ല കുത്തല് കിട്ടും, നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ഇഞ്ചി നമുക്ക് 2 എത്ര? ഇഞ്ചി നിങ്ങളുടെ ഇഷ്ടം പോലെ കട്ടപ്പായി പോയി. ഇഷ്ടം പോലെ ഇടാം. കുത്തല് വേണ്ടേ? ഇഞ്ചി ഫെർമെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ. ആക്ച്വലി ഇത് എത്ര ഇഞ്ചി ഉണ്ട്? ഇഞ്ചി ഒരു 50 ഗ്രാമൊക്കെ കാണും. ഇട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനൊരു തടിയില വുഡൻ സാധനം നമ്മൾ എടുത്തേക്കണം. ഇനി നമ്മൾ ഈ ഇളക്കാനൊന്നും മെറ്റൽസ് ഒന്നും ഉപയോഗിക്കില്ല. ഫുൾ നോൺ മെറ്റൽ സെറ്റപ്പുകളാണ്. നന്നായിട്ട് യൂസ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഗൈസ്, അപ്പോൾ ഇനി ഫെർമെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് വീറ്റ് എടുത്ത്, അതായത് ഗോതമ്പ്, അതെടുത്ത് നമുക്ക് ഇങ്ങനെ കിഴിയായിട്ട്. എത്ര ഗോതമ്പ്? കുറച്ച് ഒരു 100 ഗ്രാം 50 ഗ്രാം കുറച്ച് കിട്ടും. കാര്യം കിഴിയാകുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ കിട്ടും. സാധാരണ നേരെ ഇടും. ഇനിയും വേണം. പകുതി കിട്ടോ? കളഞ്ഞു പാടാണെന്ന് തോന്നുന്നു കേട്ടോ. കിഴി കിട്ടുമ്പോൾ കുറച്ചും കൂടി വലിയ കിഴി തുണി എടുക്കാൻ ശ്രദ്ധിക്കുക. ഗൈസ്, അപ്പോൾ കിഴി കെട്ടി വന്നപ്പോഴത്തേക്കും കിഴി അങ്ങോട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഗോതമ്പ് ഡയറക്റ്റ് ഇടാന്ന് വിചാരിച്ചു. ഇത് നിങ്ങളെ പറ്റിക്കാനുള്ള ശ്രമമായിരുന്നു. നിങ്ങൾ അതോടെ ഇട്ടോ ഫുള്ളായിട്ട്. എത്രത്തോളം പേര് ക്യാച്ച് ചെയ്യുമെന്ന് നമുക്ക് കുറച്ചിട്ടാ മതി. ഇല്ല, ഇത്ര ഇടാം. ഇത് നമ്മളെടുത്ത് അരിക്കുമല്ലോ ലാസ്റ്റ്.
അപ്പോൾ നമ്മൾ ഗോതമ്പ് കൂടി ഡയറക്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടി ഒരേപോലെ ഈവൻ ആകും വരെ മിക്സ് ചെയ്യണം. വീണ്ടും ഉണ്ടോ മിക്സ് ചെയ്ത് നല്ല സെറ്റാക്കി എടുക്കാം. ഇപ്പൊ ഏകദേശം നമ്മളൊരു 3/4 ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തിളപ്പിച്ച് ആറിയ തണുത്ത വെള്ളം അത് ഒഴിച്ചു കൊടുക്കാം. എത്ര ഒഴിക്കണം? ഇത് ഏകദേശം ഇതുവരെയൊക്കെ ഒഴിക്കാം. കുറച്ച് ബ്രീത്തിങ് സ്പേസ് ഇട്ടിട്ട് ബാക്കി ഇട്ട് കൊടുക്കാം. കുറച്ച് സ്പേസ് ഇട്ടേക്കണം നിങ്ങൾ. ഇതുവരെ സ്പേസ് കുറച്ചിട്ടേക്കാം. മോശമല്ലേ? മതിയാവും. ഇനി ബാക്കി അതിലൊഴിക്കാം. ഓക്കെ, ഇനി ഇതിനെ ഒന്നുകൂടെ ഒന്ന് ഇളക്കണം. വീണ്ടും വെള്ളം ഒഴിച്ചതിന് ശേഷം ഇളക്കി നമ്മളൊരു പരുവാക്കും. ഇത് നിങ്ങൾ ഡെയിലി ഇളക്കണം. ഇനി എല്ലാ ദിവസവും ഇളക്കണം. ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഇനി ഇതൊരു തുണി കൊണ്ട് നമ്മൾ അടച്ചു വെക്കണം. വായി മൂടി കെട്ടുക. ഉപ്പുമാങ്ങ ഭരണിയൊക്കെ പണ്ട് ഇത് ഇതിന്റെ ശാസ്ത്രീയം എന്താണെന്ന് അറിയാമോ? ശാസ്ത്രീയ വശം ഈ എയർ കുറച്ച് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്സിജൻ കുറയ്ക്കാൻ ആയിരിക്കും. എയർ ഫ്രീ ഫ്ലോ കുറച്ച് ഫ്ലോ ഇത് എയർ ടൈറ്റ് സാധനമാണ്. എന്നാലും കുഴപ്പമില്ല. ഇത് ഇതാണല്ലോ ഒരു ലുക്ക്. ആ, ഇങ്ങനെയാണല്ലോ ഭരണിയിലൊക്കെ ഇങ്ങനെയാണല്ലോ. അതെ, പണ്ട് ഇതൊക്കെ കണ്ടില്ല, അച്ചാർ ഭരണിയൊക്കെ ഇങ്ങനെയാണ് അടച്ചു വെക്കണതല്ലേ ചെയ്യാറ്. ഇത് ടൈറ്റ് ആയി. ഇത് തുറക്കണ്ടേ നമുക്കിനി? അല്ല, ഇത് അടങ്ങില്ല നേരെ. ഒന്ന് തുറക്കും. മുകളിലൊരു അടി എടുക്കുക. അവന് ആരോഗ്യമില്ലെന്നാണ് ഇവര് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അടയ്ക്കാം. ആരോഗ്യമില്ലാത്തവരൊക്കെ ആരോഗ്യം അടയ്ക്കാം. ഓക്കെ, ഇതിനി അടച്ചു വെച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞെടുക്കും? അടച്ചു വെച്ച് 7 ദിവസം. പക്ഷെ നമ്മൾ ഡെയിലി വന്നിട്ട് ഇതൊന്ന് 7 ദിവസം. അതെ, ഡെയിലി വന്ന് ഈ വുഡൻ സ്പാറ്റിലുണ്ട് ഡെയിലി ഇളക്കുക. എനിക്ക് ഒരു ഡയറക്ഷനിലോട്ട് മാത്രം ഇളക്കുക. ഓ, ക്ലോക്ക് വൈസോ ആന്റി ക്ലോക്ക് വൈസോ? നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇളക്കുന്ന സാധനം സ്റ്റോറി ആയിട്ട് ഡെയിലി ശരിയാണ്. ഇത് ഇളക്കണം. ഇത് തൊട്ട് നിങ്ങൾ കാത്തിരുന്ന് കാണുക. ഈ വീഡിയോ വന്നതിന്റെ പിറ്റേന്ന് തൊട്ടിട്ട് ദാസൻ ചേട്ടാ ഇത് ഇളക്കുന്നതിന്റെ വീഡിയോ ഇടുക. ഇത് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ചെയ്യാം. അത് വേണം. 7 ദിവസവും ഒരേ ഡയറക്ഷനിൽ മാത്രം ഇളക്കുക. സ്റ്റുഡിയോയിൽ അടുത്തുള്ള നിങ്ങളാണ്, അപ്പൊ നിങ്ങൾ വന്ന് ഇളക്കുന്നതാണ് എന്റെ ഒരു ഉചിതമായ. ഇല്ല, 7 ദിവസം സ്റ്റോറി ഇട്ടാൽ നമുക്ക് അറിയാം. അതെ, ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കിനി ഭദ്രമായി ഇത് എവിടെയും കൊണ്ടുവയ്ക്കാം. ഇത് വയ്ക്കണ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയലി വെയിൽ കൊള്ളാത്ത സ്ഥലം. വെയിൽ കൊള്ളാത്ത എന്നാൽ ഭയങ്കര തണുപ്പില്ലാത്തൊരു സ്ഥലം വേണം. കാര്യം ഫെർമെന്റ് ചെയ്യണമെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും വേണം. ഇവിടെ സെക്കൻഡ് ഫ്ലോർ ആയതുകൊണ്ട് നല്ല ചൂടാണ്. അതുകൊണ്ട് അടുക്കളയിൽ വെക്കണ്ട. ഇവിടെ ഇതിന്റെ അടുക്കളയിൽ മറ്റേ ഇതിന്റെ അകത്ത് വെച്ചാൽ മറ്റേ ഈ സ്ലാബിന്റെ അടിയിൽ അവിടെ വെക്കാം. നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഇതിനൊരു കൂട്ടുമാവും. യെസ് എടുത്തോളൂ. യെസ്, സാധനം വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഇങ്ങനെ ഒരു അധികം വെയിലും ചൂടും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് ചെറിയ ചൂട് വേണം. ബാക്ടീരിയക്ക് വളരാൻ ചെറിയ ചൂട് വേണം. നമ്മൾ നമ്മുടെ വൈനിന് കൂട്ടായിട്ട്, വൈനിനല്ലല്ലോ ഇതെന്ത് സാധനം, സോക്ക് ചെയ്ത ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സിന് കൂട്ടായിട്ട് അതിനെ ഇങ്ങനെ 2 സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് മെയിൻ. ഇത് സബ്. ഇത് ഓൾഡ് സ്കൂൾ ബോയ്സ് വൈനറി ആണ് ഗൈസ്. അപ്പൊ ഇനി 7 ദിവസത്തെ കാത്തിരിപ്പാണ്. അതെ, നമ്മൾ കേക്ക് ഉണ്ടാക്കും. അതിന്റെ കൂടെ തന്നെ ഇതും നമ്മൾ സെർവ് ചെയ്യും. അതെ, അപ്പൊ നിങ്ങളും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇത് നല്ല സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ക്രിസ്മസ് ആഘോഷിക്കുക. കൊണ്ടാടുക. ഹോം മെയ്ഡ് ആയിട്ട് ആഘോഷിക്കും. കേക്ക് ഉണ്ടാക്കുന്നു, വൈൻ ഉണ്ടാക്കുന്നു. ഇതിൽ പരം അല്ലേ? ഹോം മെയ്ഡ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുമ്പോഴേക്കും ബൈ. ഡെക്കറേഷൻ എല്ലാം ഇളവ് വീഴുന്നു ഗൈസ്. അതെ, ക്രിസ്മസ് ട്രീ ഒക്കെ എടുത്തോണ്ട് പോയി, അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചു. മുതലാളി എടുത്തോണ്ട് അവരുടെ കടയിൽ ഇത്രയും അഴുക്കുണ്ടായിരുന്നു ഇതിനകത്ത്. ഇത് കണ്ടു, ക്ലിയർ വാട്ടർ ഇങ്ങനെ ആക്കണം. തണ്ണീർ വെള്ളം അത് കുടിച്ച് കാണിച്ചു കൊടുത്തേ. ക്യാമറ തിരിച്ചോ? അല്ല, ഇതുള്ള വെള്ളം, ശുദ്ധമായ വെള്ളം കുടിച്ച് കാണിച്ചു. വെള്ളം ഒട്ടും ഇല്ലാതെ ആക്കിയെടുക്കാൻ. വെള്ളം ഇരുന്ന പ്രശ്നമാണ്. വെള്ളം മാക്സിമം കളയണമെന്നാണ്. വെള്ളം ഇരുന്നാൽ മദ്യമാവും എന്നാണ് ശാസ്ത്രം.
ഇത് അതിനല്ലേ. ക്രിസ്മസ് ആയതുകൊണ്ട് മുന്തിരിയെ കിട്ടാൻ ഭയങ്കര പാട് കേട്ടോ. കടയിലൊക്കെ ഭയങ്കര കുറവ്. കുറെ കടകളിൽ കയറിയിട്ടാണ് മുന്തിരി കിട്ടുന്നത്. ആദ്യമേ പോയി വാങ്ങിക്കുക, ക്രിസ്മസ് വരെ കാത്തിരിക്കാതിരിക്കുക. അതെ. ജാറും കിട്ടാനില്ല, ഒരിടത്തും ജാറില്ല, ക്ഷാമം. ഞാൻ പോയ കടയിൽ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ്. എന്നാ വാങ്ങിച്ചോ.